Next, post-war revolutionary movement. The post-World War I period witnessed the growth of terrorist activities in different parts of India. ഇപ്പോൾ വേൾഡ് വാർ പീരീഡിൽ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റെവല്യൂഷണറി അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുകൾ കണ്ടെത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞു. The revolutionary leaders called on the people to meet the terror of the government by counter-terrorists with a view to emphasize that they did not believe in terrorism and as such were resorting to such method to drive the British government out of Indian soil. ഇപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്നും ബ്രിട്ടീഷുകാരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ ഓടിക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പം ബേസിക്കലി അവർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ കണ്ടക്ട് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഇന്ത്യക്കാരുടെ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നതാണ്. So the revolutionaries of the post-World War I period has different philosophy of their own. അപ്പോൾ ഈ റെവല്യൂഷണറീസ് അല്ലെങ്കിൽ വിപ്ലവകാരികൾക്ക് അവരുടേതായിട്ടുള്ള ഒത്തിരി ഫിലോസഫി അല്ലെങ്കിൽ തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അവർ. They did not receive their inspiration from Bhagavad Gita, Vivekananda and Aravinda Ghosh. അപ്പോൾ അരവിന്ദ ഘോഷിൻ്റെ ആണെങ്കിലും വിവേകാനന്ദ ആണെങ്കിലും അതുപോലെ തന്നെ ഭഗവത്ഗീതയെ ഒരു ഇൻസ്പിറേഷൻ അവർ റിസീവ് ചെയ്യാൻ തയ്യാറായില്ല. ഓൺ ദി അതർ ഹാൻഡ് കാർൽ മാർക്സ് ആൻഡ് ഏംഗൽസ് വെയർ ഹിസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. അപ്പോൾ അവരുടെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പ്രചോദനമായിട്ട് മാറിയത് ഏംഗൽസിൻ്റെയും കാർൽ മാർക്സിൻ്റെയും എഴുത്തുകളാണ്. But this is clear from the following message sent by Bhagat Singh, the young revolutionary from the Lahore jail on 9 February 1931 for organizing and spreading revolutionary movement abroad. Revolutionaries were dire and need for money, so they conducted raid in different places. റവല്യൂഷണറി ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ധാരാളം പണം ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലുള്ള റെയ്ഡുകൾ സ്റ്റാർട്ട് ചെയ്തു. One such raid were organized on 9th March 1925. അപ്പോൾ 1925 മെയ് മാസം 9-ാം തീയതിയാണ് ഒരു ഫസ്റ്റ് റെയ്ഡ് ഓർഗനൈസ് ചെയ്തത്. Then HSRA, Hindustan Socialist Republican Association. In Kanpur, a meeting of all revolutionaries of northern India was held in which Ram Prasad Bismil, Sachidananda Sanyal and Jogesh Chandra Chatterjee attended. ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു കാൺപൂരിൽ വെച്ച്. രാം പ്രസാദ് ബിസ്മിലും സച്ചിദാനന്ദ സന്യാൽ ആൻഡ് ജോഗേഷ് ചന്ദ്ര ചാറ്റർജി തുടങ്ങിയവർ അറ്റൻഡ് ചെയ്തു. ദിസ് മീറ്റിംഗ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പോൾ ഈ മീറ്റിങ്ങിലാണ് അല്ലെങ്കിൽ കാൺപൂരിൽ വെച്ച് നടന്ന ഈ മീറ്റിങ്ങിൻ്റെ ബേസിലാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഓർഗനൈസ് ചെയ്തത്. ആൻഡ് സബ്സീക്വൻ്റ്ലി റീഓർഗനൈസ്ഡ് ആർ ദ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ അറിയപ്പെട്ടിരുന്നതെങ്കിൽ പിന്നീട് ആ പേര് റീഓർഗനൈസ് ചെയ്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അല്ലെങ്കിൽ HSRA ആയിട്ട് മാറി. ആൻഡ് വിച്ച് ഹാഡ് പ്രൊവൈഡഡ് ബ്രാഞ്ചസ് ഇൻ പഞ്ചാബ്, ബംഗാൾ, UP, ബീഹാർ ആൻഡ് ഡൽഹി. അപ്പോൾ ഇതിന് ഒരുപാട് ബ്രാഞ്ചസുകളുണ്ടായിരുന്നു. ഇനി HSRA ഓർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഹാഡ് 3-fold ഒബ്ജക്റ്റീവ്സ്. പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വൺ, ഇൻസ്പയർഡ് ബൈ ദ റഷ്യൻ റെവല്യൂഷൻ. ഇപ്പോൾ റഷ്യൻ റെവല്യൂഷൻ HSRAക്ക് ഒരുപാട് പ്രചോദനം നൽകി, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ഐഡിയോളജികൾ HSRAക്ക് ഒരുപാട് പ്രചോദനം നൽകാൻ കഴിഞ്ഞു. ആൻഡ് അസോസിയേഷൻ ഹോപ്പ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ബ്രിട്ടീഷ് ഇമ്പീരിയലിസം ഇൻ ഇന്ത്യ ബൈ ഫെഡറേറ്റഡ് റിപ്പബ്ലിക് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയെ ഒരു ഫെഡറേറ്റഡ് റിപ്പബ്ലിക്കായിട്ട് മാറുക അല്ലെങ്കിൽ ഇമ്പീരിയലിസം ഇല്ലാതാക്കുക. അപ്പോൾ അതിനുവേണ്ടി റഷ്യൻ റെവല്യൂഷൻ്റെ ഐഡിയോളജികൾ ഒരുപാട് പ്രചോദനം നൽകി ആർക്ക്? HSRAക്ക്. ടു എൻഹാൻസ് കോൺഷ്യസ്നെസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ ജനങ്ങളെയും അവബോധം ഉളവാക്കാൻ ശ്രമിച്ചു. ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഗാന്ധി മെത്തേഡ് ഓഫ് നോൺ വയലൻസ്. ടു ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ഗാന്ധി മെത്തേഡ് ഓഫ് നോൺ വയലൻസ്. അപ്പോൾ ഗാന്ധിജിയുടെ നോൺ വയലൻസിൽ അക്രമരാഹിത്യത്തിലൂടെ
ഇന്ത്യയിലെ ജനങ്ങളെ അവബോധമുള്ളവരാക്കി മാറ്റാൻ ശ്രമിച്ചു. ദേ അഡ്വക്കേറ്റഡ് ഫോർ ഡയറക്റ്റ് ആക്ഷൻ ടു ഔട്ട്ബസ്റ്റ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ഡയറക്റ്റ് ആക്ഷൻ സംഘടിപ്പിക്കപ്പെട്ടു. Next, Bhagat Singh. Bhagat Singh and his friend on 8th April 1929 threw a bomb in Central Legislative Assembly. അപ്പോൾ ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് 1929 ഏപ്രിൽ മാസം 8-ാം തീയതി സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ദേ ഹാഡ് നോ ഇൻറ്റൻഷൻ ടു കിൽ എനിബഡി. അപ്പോൾ അവർ ബോംബെറിഞ്ഞപ്പോൾ മറ്റുള്ളവരെ കൊല്ലണം എന്ന യാതൊരു ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നില്ല. ബട്ട് ജസ്റ്റ് വാണ്ടഡ് ടു ഡെമോൺസ്ട്രേറ്റ് ഇൻ ദ ഫാഷൻ ഓഫ് ഫ്രഞ്ച് അനാർക്കിസ്റ്റ് ഓർ മാട്രിയർ വാലിയൻറ്റ് ദാറ്റ് ഇറ്റ് ടുക്ക് എ ലോട്ട് നോയ്സ് ടു മേക്ക് എ ഡെഫ് നിയർ. അപ്പം ബ്രിട്ടീഷുകാരെ ഒന്ന് പേടിപ്പെടുത്തുക, അതുമാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആഫ്റ്റർ ത്രോവിങ് എ ബോംബ്, ഭഗത് സിംഗ് സറണ്ടർഡ് ഹിംസെൽഫ് ടു ദ പോലീസ് അലോങ് വിത്ത് ദ കമ്പാനിയൻ. അപ്പോൾ ബോംബ് എറിഞ്ഞതിന് ശേഷം ഭഗത് സിംഗും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ചെയ്തു. A trial was held and all of them were sentenced to death, and they were executed in the Lahore jail on 23rd March 1931. 1931 മാർച്ച് മാസം 23-ാം തീയതി ലാഹോർ ജയിലിൽ വെച്ച് അവർ എക്സിക്യൂട്ട് ചെയ്തു. Next, terrorist activities in Bengal. Bengal was another fertile center for terrorist activities. The terrorists murdered a number of unpopular officers. ഇപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുകൾ ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്തത് ബംഗാളിലാണ്. ഇപ്പോൾ നമ്പർ ഓഫ് അൺപോപ്പുലർ, വളരെ പ്രസിദ്ധമായിട്ടല്ലാത്ത ഓഫീസേഴ്സിനെയും അവരെന്ത് ചെയ്തു കൊന്നു. On April 1930 and he declared himself the president of the Provisional Independent Government of India. Surya Sen, along with his comrades, raided armory on April 1930. 1930 ഏപ്രിൽ മാസം declared himself the president of the Provisional Independent Government of India. ഇപ്പോൾ പ്രൊവിഷണൽ ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻ്റായി സൂര്യ സെൻ 1930 മാറി. ദേ ആൾസോ അറ്റാക്ക്ഡ് ദ യൂറോപ്യൻസ് അറ്റ് ദ ചിറ്റഗോങ്. ഇപ്പോൾ ചിറ്റഗോങ്ങിൽ അവർ യൂറോപ്യൻകാരെ അറ്റാക്ക് ചെയ്തു. ആൻഡ് ദ റെവല്യൂഷണറി ക്യാരിഡ് ഓൺ ഗർല ടൈപ്പ് ഓഫ് ഫോർട്ട്, ബട്ട് അൾട്ടിമേറ്റ്ലി ദ പോലീസ് വാസ് ഏബിൾ ടു ക്യാപ്ചർ മോസ്റ്റ് ഓഫ് ദ റെവല്യൂഷണറി ലീഡേഴ്സ്. ഇപ്പോൾ ഗർല ടാക്ടിക് മുതലായ യുദ്ധമുറകൾ അവർ ഓർഗനൈസ് ചെയ്തെങ്കിലും അവരെന്ത് ചെയ്തു? പോലീസ് അറസ്റ്റ് ചെയ്തു. ലോക്നാഥ് ബാൽ വാസ് കിൽഡ് ഇൻ എൻകൗണ്ടർ വിത്ത് ദ പോലീസ്. പോലീസുമായിട്ട് യുദ്ധം അല്ലെങ്കിൽ എൻകൗണ്ടർ ചെയ്ത സമയത്ത് ലോക്നാഥ് ബാൽ കൊല്ലപ്പെട്ടു. സൂര്യ സെൻ വാസ് ക്യാപ്ചേർഡ് ആൻഡ് ഹാങ്ഡ് അറ്റ് ധാക്ക. ധാക്കയിൽ വെച്ച് സൂര്യ സെന്നിനെ ഹാങ് ചെയ്തു, പിടിച്ച് തൂക്കിലേറ്റി. ആൻഡ് ബിനോയ് ബോസ്, എ സ്റ്റുഡൻറ്റ് ഓഫ് ധാക്ക, ഷോട്ട് അറ്റ് ആൻഡ് കിൽഡ് എ സീനിയർ ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഇൻ ഓഗസ്റ്റ് 1932. 1932 ഓഗസ്റ്റ് മാസം ഒരു സീനിയർ പോലീസ് ഓഫീസറിനെ ബിനോയ് ബോസ് എന്ന സ്റ്റുഡൻറ്റ് ഷൂട്ട് ചെയ്തു. Role of revolutionaries in the Indian nationalist movement. The revolutionaries supplemented the message of nationalism in the country and outside the country. ഇപ്പോൾ രാജ്യത്തിനകത്തും അതുപോലെ രാജ്യത്തിന് പുറത്തും നാഷണാലിസം അല്ലെങ്കിൽ ദേശീയത ഉളവാക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ സപ്ലിമെൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യാൻ നമ്മുടെ റെവല്യൂഷണറീസിന് കഴിഞ്ഞു. ദേ ഇൻസ്പയർഡ് ദ പീപ്പിൾ ടു കാസ്റ്റ് ഓഫ് ദ യോക്ക് ഓഫ് സ്ലേവറി ആൻഡ് ബി പ്രിപ്പയർഡ് ഫോർ എനി കൈൻഡ് ഓഫ് സാക്രിഫൈസ് ഫോർ ദ കോസ് ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഫ്രീഡത്തിന് വേണ്ടി ഏത് തരത്തിലുള്ള ത്യാഗവും ചെയ്യാൻ അവർ തയ്യാറായി. ദേ എംബ്രേസ്ഡ് ഡെത്ത് ചിയർഫുള്ളി. വളരെ സന്തോഷത്തോടു കൂടി മരണം വരിക്കാനും അവർ തയ്യാറായി. ദേ ഗേവ് എ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് എ ന്യൂ ടേൺ. അപ്പം നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് മാറ്റാൻ നമ്മുടെ യങ് റെവല്യൂഷണറീസിന് കഴിഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഓർഗനൈസ്ഡ് ആസാദ് ഹിന്ദ് ഫൗജ്. ഒരു മാർക്കിന് ചോദിക്കാം, ആസാദ് ഹിന്ദ് ഫൗജ് ഓർഗനൈസ് ചെയ്ത ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ആൻഡ് ആൾസോ ഗവേഴ്സ് എ സ്ലോഗൻ. എന്നിട്ട് നമുക്കൊരു സ്ലോഗൻ,
ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗിവ് യു ഫ്രീഡം. അപ്പോൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് ഫ്രീഡം തരാം. ഇതാരുടെ കൊട്ടേഷനാണ്? സുഭാഷ് ചന്ദ്ര ബോസ്.